ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സാമൂതിരിയെ ഒരു പേടിത്തൊണ്ടനായിട്ടും തന്റെ സംസ്കാരവും മതവും അദ്ദേഹം ഒരു മുസ്ലിമിന് അടിയറ വച്ചുവെന്ന് അവർ ആക്ഷേപം ഉന്നയിച്ചിരുന്നതായി ഈ ഗ്രന്ഥകാരൻ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാം പാനിപ്പത്ത് യുദ്ധത്തെ തുടർന്ന് മറാഠികൾക്ക് വടക്കേ ഇന്ത്യയിലുള്ളവർക്കുണ്ടായിരുന്ന രാഷ്ട്രീയാധിപത്യം അവസാനിച്ചുവെങ്കിലും അവർ തെക്കപ്പോഴും ശക്തരായിരുന്നു. മൈസൂറിൽ അക്കാലത്ത് തങ്ങളുടെ മൂക്കിന് താഴെ ഹൈദരാലിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം ഉദിച്ചുയർന്നത് മറാഠികളെ അസ്വസ്ഥരാക്കിയത് തെല്ലൊന്നുമല്ലല്ലോ. ശിവാജിയുടെ കാലം മുതൽ അവർ മുഗളന്മാരോടും ഡെക്കാനിലെ സുൽത്താൻമാരോടും സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1764 മറാഠികൾ മൈസൂറിന്റെ പല ഭാഗങ്ങളും ആക്രമിച്ച് കീഴടക്കുകയും ഹൈദരാലിയിൽ നിന്നും വലിയൊരു തുക വസൂലാക്കുകയും ചെയ്തു. 1770 മറാഠികൾ വീണ്ടും മൈസൂർ ആക്രമിച്ചു. ഈ സന്ദർഭത്തിൽ ഹൈദരാലി ബ്രിട്ടീഷുകാരുടെ സഹായം അഭ്യർത്ഥിച്ചു. ബ്രിട്ടീഷുകാർ ഹൈദരാലിയെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, തങ്ങൾ മറാഠികളുമായി സഖ്യത്തിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. തന്റെ സഹായാഭ്യർത്ഥന നിരസിച്ച ബ്രിട്ടീഷുകാരോട് ഹൈദരാലിക്ക് വെറുപ്പും വിദ്വേഷവും തോന്നി. ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെ തമ്മിലടിപ്പിച്ച് അവരെ നശിപ്പിക്കുകയാണെന്ന യാഥാർത്ഥ്യം ഹൈദരാലിക്ക് മനസ്സിലായി. ഹൈദരാലിയും അദ്ദേഹത്തിന്റെ പുത്രൻ ടിപ്പുവും ബ്രിട്ടീഷുകാരോട് ജിഹാദ് പ്രഖ്യാപിച്ചു. അതേ തുടർന്ന് ഹൈദരാലി 1772 മറാഠികളുമായി സന്ധി ചെയ്ത് സഖ്യത്തിലേർപ്പെടുകയും ചെയ്തു. 1773 ഹൈദരാലി മലബാറും കൂർഗും വീണ്ടും കൊള്ളയടിച്ച് തന്റെ ട്രഷറി നിറച്ചു. തന്റെ ട്രഷറി നിറയ്ക്കുകയും ബൃഹത്തായ ഒരു സൈന്യം രൂപീകരിക്കുകയും ചെയ്തതിനു ശേഷം ഹൈദരാലി ഇംഗ്ലീഷുകാർക്കെതിരെ തിരിഞ്ഞു. ചരിത്രത്തിൽ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന 4 യുദ്ധങ്ങളാണ് പിന്നീട് ഇവർ തമ്മിൽ നടന്നത്. ആദ്യത്തെ യുദ്ധത്തിൽ ഹൈദരാലി ആർക്കോട്ട് പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ സൈന്യം ഫോർട്ട് സെന്റ് ജോർജ് വരെ എത്തുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഹൈദരാലിയുമായി സന്ധി ചെയ്യുവാൻ നിർബന്ധിതരായി. ഹൈദരാലിക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങളെല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്തു. സർ ഐർകുട്ടിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർ അഴിച്ചുവിട്ട 2ാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പരാജയമടഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും അതിശയകരമായാണ് രക്ഷപ്പെട്ടത്. യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയം മുഴുവനും യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഹൈദരാലി 9 ഇഞ്ച് പൊക്കമുള്ള ഒരു സ്റ്റൂളിൽ ചമ്രം പടിഞ്ഞിരിക്കുകയായിരുന്നു. തന്റെ പട പിൻവാങ്ങിയിട്ടും ഹൈദരാലി പിൻവാങ്ങിയില്ലെന്ന് മാത്രമല്ല, ആ സ്റ്റൂളിൽ നിന്നും എണീക്കാൻ പോലും കൂട്ടാക്കാതെ ഒരു പ്രതിമ കണക്കെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ആർമി ഇടതെത്താറായപ്പോൾ അദ്ദേഹത്തിന്റെ 2 അംഗരക്ഷകർ അദ്ദേഹത്തെ കോരിയെടുത്ത് കുതിരപ്പുറത്തിരുത്തിയിട്ട് പറഞ്ഞു, നമുക്ക് നാളെ ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാം, ഇന്ന് അവിടുന്ന് കുതിരയെ ഓടിച്ചു പോയാലും. പക്ഷേ ഹൈദരാലിക്ക് അതിനുശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വിജയവും നേടാൻ കഴിഞ്ഞില്ല. ബ്രിട്ടീഷുകാരുമായും മറാഠികളുമായും യുദ്ധം ചെയ്തു തളർന്ന ഹൈദരാലി പറഞ്ഞു, എനിക്കും ബ്രിട്ടീഷുകാർക്കുമിടയിൽ ചില കാര്യങ്ങളിൽ അതൃപ്തിയുണ്ടെങ്കിലും ഇതൊന്നും യുദ്ധത്തിനുള്ള മതിയായ കാരണങ്ങളല്ല. ഞാൻ ഇംഗ്ലീഷുകാരുമായി സഖ്യത്തിൽ കഴിയണമായിരുന്നു. കരയിൽ അവരുടെ സ്വത്തുക്കൾ നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എനിക്ക് കടലിനെ വറ്റിക്കാൻ കഴിയുകയില്ലല്ലോ. യുദ്ധം ചെയ്ത് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. തുടർച്ചയായി യുദ്ധം ചെയ്ത് മാനസികമായും ശാരീരികമായും തളർന്ന ഹൈദരാലി 1782 ഡിസംബർ മാസം 12-ാം തീയതി അന്തരിച്ചു.